എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ്. മഹാഗ്രഹങ്ങൾ ഏതെല്ലാം ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്? വേഴം, ശനി, രാഹു, കേതു ഈ ഗ്രഹങ്ങൾ രാശി മാറുകയാണ്. മീനക്കുറിയിൽ വരുന്ന നക്ഷത്രങ്ങൾ, അതായത് പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി, ഇത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം മീനക്കൂറുകാർക്ക് എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. 2025 മെയ് 14 വരെ വേഴം 3-ലും അതിനുശേഷം വേഴം 4-ലും വരുന്നു. അതായത് 2025 മെയ് 14 വരെ വേഴം 3-ലും അതിനുശേഷം വേഴം 4-ലും വരുന്നു. 2025 മാർച്ച് 29 വരെ ശനി 12-ലും അതിനുശേഷം ശനി ജന്മത്തിലും വരുന്നു. 2025 മെയ് 18 വരെ രാഹു ജന്മത്തിലും അതിനുശേഷം 12-ലും വരുന്നു. 2025 മെയ് 18 വരെ കേതു 7-ലും അതിനുശേഷം കേതു 6-ലും വരുന്നു. അപ്പോൾ ഈ വേഴം, ശനി, രാഹു, കേതു ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഞാൻ മേൽപ്പറഞ്ഞ പുരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്കുള്ള നക്ഷത്രഫലമാണ് ഞാൻ പറയുന്നത്. ഗുണവും ദോഷവും ഇവർക്ക് വന്ന് സംഭവിക്കാനിടയുണ്ട്. ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളാണ് വന്നു ചേരാനായിട്ട് സാധ്യതയുള്ളത്. എന്നാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷാനുഭവങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യത കൂടുതലും കാണുന്നത്. ഇവരെ സംബന്ധിച്ചുള്ള ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. കാര്യവിജയങ്ങൾ ഉണ്ടാവും. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. ജനസമ്മതി കിട്ടും. ഇവർക്ക് ജനങ്ങളിൽ നിന്ന് അംഗീകാരങ്ങൾ കിട്ടും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർക്കൊക്കെ നല്ല സമയമാണ്. ബന്ധു ഗുണമുണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്ന് ഇവർക്ക് ഗുണം കിട്ടും. വിദേശയാത്ര ഗുണം ഉണ്ടാകും. വിദേശ സംബന്ധമായിട്ട് ഇവർക്ക് വിദേശയാത്ര പോകുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നവർക്ക് വിദേശയാത്ര ചെയ്യാൻ അവസരം വന്നു ചേരും. പിന്നെ ഇത്രയും നല്ല കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും കുറച്ച് ദോഷാനുഭവങ്ങൾ ഇവർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായ നഷ്ടങ്ങളുണ്ടാകും. ശത്രുദോഷങ്ങളുണ്ടാകും. ശത്രുക്കളുടെ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മ ദുരിതങ്ങൾ ഉണ്ടാകും. കർമ്മസംബന്ധമായ ദുരിതങ്ങൾ ഇവർക്ക് വന്നുപെടാൻ സാധ്യതയുണ്ട്. മനോവിഷമങ്ങൾ ഉണ്ടാകും. മനസ്സിന് വിഷമം കിട്ടുന്ന കാര്യങ്ങൾ കേൾക്കുവാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ ഇടവരും. മനോവിഷമങ്ങളുണ്ടാകും. ദാമ്പത്യ ദുരിതമുണ്ടാകും. ദമ്പതിമാരെ സംബന്ധിച്ച് ദാമ്പത്യ ദുരിതമുണ്ടാകും. ശിരോരോഗങ്ങൾ ഇവർക്കുണ്ടാകും. അതായത് ശിരസ് സംബന്ധമായ ശിരോരോഗങ്ങൾ ഇവർക്കുണ്ടാകും. ബന്ധുവിരോധമുണ്ടാകും. ബന്ധുക്കളിൽ നിന്നും വിരോധം കേൾക്കാൻ ഇടവരും, അല്ലെങ്കിൽ വിരോധം ഉണ്ടാകാൻ ഇടവരും. പിന്നെ ചില സമയങ്ങളിൽ ഇവർക്ക് കളവ് പറയാനുള്ള അവസരം വരും. കളവ് പറയേണ്ടിയും വരും. പിന്നെ സന്താന ക്ലേശങ്ങൾ ഉണ്ടാവും. സന്താനങ്ങളിൽ നിന്നും ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അകാരണമായ കലഹങ്ങൾ ഇവർക്കുണ്ടാകും. യാത്രാക്ലേശങ്ങൾ ഉണ്ടാകും. ഗുരുജനങ്ങൾക്ക് കഷ്ടതയുണ്ടാകും. ഇത്രയും ദോഷാനുഭവങ്ങളും ഇവർക്ക് വന്ന് ചേരാൻ സാധ്യതയുണ്ട്. ഈ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങൾ, മീനക്കുറിയിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾക്ക്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.